എനിക്ക് ക്രാഫ്റ്റ് മാത്രം ചെയ്യണ്ടേ. ആ റൂം കാണിക്കാം. കമോൺ. അതാണ് ഈ റൂം ഗൈസ്. ഈ റൂമാണെങ്കിൽ ഫോട്ടോ മുഴുവൻ ഫോട്ടോ. പിന്നെ ഇതെന്റെ പെയിന്റ്, ഫുൾ പെയിന്റ് ഉണ്ട്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് ഇത്രയും പെയിന്റ് ഉണ്ട്. പെയിന്റ്, പെയിന്റ് മിക്സർ പ്ലേറ്റ്, പിന്നെ ബീച്ച് സെറ്റ്, പിന്നെ 2 ഹിറ്റർ, ട്യൂബ് പെയിന്റ്, ഇത് ബോട്ടിൽ പെയിന്റ്, ഇതൊക്കെയുണ്ട് ഈ ഡപ്പില്. ഇത് നമുക്ക് നോർമലി ഇങ്ങനെ ഉപയോഗിക്കാനും പറ്റും. പിന്നെ ആയിട്ടുള്ളതാണ് എൻ്റെ പോട്ട്സ് മുഴുവൻ. ഇത് രണ്ടുമാണ് സ്റ്റാർട്ടിങ്ങിൽ ആദ്യമായിട്ട് ചെയ്തത്. ഇതാണെങ്കിൽ എനിക്ക് അത്ര വലുതായി ഭംഗിയൊന്നുമില്ല. എനിക്കതറിയാം. വെൽക്കം എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചതാണ്. ചെറുതെൻ്റെ കയ്യിൽ നിന്ന് വേണ്ടിയിട്ട് എൻ്റെ തുമ്പപ്പാകം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് രാവിലെ ചെയ്ത ക്രിസ്മസിൻ്റെ തീമായിട്ടുള്ള ഒരു ഗ്ലാസ് പെയിൻറ്റിങ്. ഇതിനകത്ത് ട്രീ ഉണ്ട്, അല്ലാതെ സ്റ്റാർ ഉണ്ട്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള തൊപ്പിയുണ്ട്. ഞാൻ ഒരു ത്രെഡിന് നൂലും കൂടി വെച്ചിട്ടുണ്ട്. പോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പർപ്പിൾ ഷെയ്ഡാണ് എടുത്തത്. എല്ലായ്പ്പോഴും റെഡ് ആകുമ്പം അതൊരു എന്താ പറയുക, ഞാൻ പർപ്പിൾ തീം എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പഴയ ഫോൺ കേസ് വലിച്ചെടുത്തത് കണ്ടപ്പോൾ ഞാൻ അതെടുത്തു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഇതൊരു റീസൈക്കിൾ ആക്കാമെന്ന് വിചാരിച്ച് അത് ഫുൾ വൈറ്റാക്കി. അത് കഴിഞ്ഞ് ബ്ലോയിങ് പേന കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചു, വരച്ചു. അതിന് ഫുൾ അത് പെയിൻ്റ് അടിച്ചു. പിന്നെ സ്പ്രിങ്കിൾസ് പെയിൻറ്റും ബ്രഷും കൊണ്ട് വെച്ചു. പല തന്നെ കളറുമാക്കി. പിന്നെ ഒരു ഹാർട്ടും വരച്ചു. അതിൻ്റെ പിങ്ക് കളർ തന്നെയാണ് വെച്ചത്. പിന്നെ ഫുൾ ഹാപ്പി എന്ന് എഴുതി. ഇത് സിമ്പിളായിട്ടുള്ളതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഫോണിൽ തന്നെ കേസാക്കി വെക്കുകയും ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ക്രിസ്മസ് ടൈമിൽ ആദ്യമായിട്ട് ചെയ്തത്. അത് ഈ ഞായറാഴ്ചയാണ് ചെയ്തത്. പശ ഇല്ലാത്തതുകൊണ്ട് ആദ്യമൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. ഇതാണ് ഞാൻ ക്രിസ്മസ് ടീമിൽ ആദ്യമായിട്ട് ചെയ്തത്. ആദ്യം ഇതൊരു ഞായറാഴ്ചയാണ് ചെയ്തത്. ഇത് നമ്മുടെ ഇതില്ലേ, ഒരു പെയിൻറ്റിൻ്റെ ഡപ്പി കിട്ടിയപ്പോൾ അത് ചതുര ഷേപ്പിലായതുകൊണ്ട് അത് മുഴുവൻ പെയിൻ്റ് എല്ലാം ഞാൻ മുന്നേ കാണിച്ച് ആ ഡപ്പിയിലോട്ട് വെച്ചപ്പോൾ ഇത് മാത്രം ഇങ്ങനെ മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം ഒരു ഫ്രെയിം ആക്കാമെന്ന് വിചാരിച്ചു. ഫുൾ ബ്ലാക്ക് അടിച്ചു. അത് കഴിഞ്ഞ് ട്രയാങ്കിൾ വരച്ചിട്ട്, കോൺ ഷേപ്പ് ട്രയാങ്കിൾ വരച്ചിട്ട് അതിനകത്ത് ഗ്രീൻ അടിച്ചു. താഴെ റെക്ടാങ്കിൾ വരച്ചിട്ട് ബ്രൗൺ അടിച്ചു. ഇതാണ് ഞാൻ ഏറ്റവും ഈ ലോകത്ത് ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഒരു പിസ്താത്തണ്ടും കൊണ്ടാക്കിയ ഫ്ലവർ. ഇത് നമ്മുടെ ഡ്രോയിങ് ബുക്കിലുള്ള പേപ്പർ ചട്ട എടുത്തിട്ട് അതിനകത്ത് ഫുൾ ബ്ലാക്ക് അടിച്ച് ആദ്യം ഇങ്ങനെ ഗ്രീൻ കളർ കൊണ്ട് ഫുൾ ഇങ്ങനെ വരച്ചു. പിന്നെ ലീഫും ആക്കി. പിന്നെ പിസ്താത്തണ്ട് ഇത് പെയിൻ്റൊക്കെ അടിച്ച് നടുക്ക് ഇങ്ങനെ ഒട്ടിച്ചു. അതിൻ്റെ നടുക്ക് യെല്ലോ കളർ, വൈറ്റ് കളർ അങ്ങനെയൊക്കെ അടിച്ചു. പിന്നെ ഈ വൈറ്റ് കളർ കൊണ്ട് ഇങ്ങനെ വരച്ച് വെച്ചു. പിന്നെ ഞാൻ രാത്രി ആയതുകൊണ്ട് തന്നെ, ബ്ലാക്ക് ആയതുകൊണ്ട് രാത്രി ആയതല്ലേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ആക്കിയിട്ട് കുറച്ച് സ്റ്റാർസ് ഒക്കെ ആക്കി. പിന്നെ ഒരു മൂളും കൂടി ഞാൻ വരച്ച് വെച്ചു. പിന്നെ എൻ്റെ പേര് ഞാൻ എഴുതി. അടുത്തത് ഞാൻ ബോളിലോട്ട് കൊണ്ടുവച്ചിവിടെ